Welcome dear students. This is Binu and you are watching Binu's Physics classes. നമ്മൾ ഇന്ന് പഠിക്കുന്നത് +1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബോർഡ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും നീറ്റ് JEE എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എൻട്രൻസ് ചോദ്യങ്ങളും അവയുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് 1 മിനിറ്റിൽ എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നുള്ള ഷോർട്ട് കട്ട് മെത്തേഡുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ എ യൂണിറ്റ്? മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് comparison with a certain basic arbitrarily chosen internationally accepted reference standard called unit. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അളക്കുന്നതിന് യൂണിറ്റ് എന്ന് വിളിക്കുന്ന ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് അന്തർദേശീയമായി അംഗീകരിച്ച ആർബിട്രറി ചൂസൺ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു റഫറൻസ് സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യും. ഈ റഫറൻസ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ച യൂണിറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷനിൽ ആദ്യമായി പറയുന്നത് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. What is meant by a physical quantity? A quantity that can be measured is called a physical quantity. അളക്കാൻ കഴിയുന്ന എന്തിനേയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഈ പേനയുടെ നീളം നമുക്ക് അളക്കാം, 12 സെൻറ്റിമീറ്റർ അല്ലേ. നമ്മുടെ ഉയരം നമുക്ക് അളക്കാം അല്ലേ, 160 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 172 സെൻറ്റിമീറ്റർ നമുക്ക് അളക്കാം. അതേപോലെ ഒരു വസ്തുവിൻ്റെ മാസ് നമുക്ക് അളക്കാൻ പറ്റും. ഈ ക്ലാസ് എത്ര സമയം ഉണ്ടാവുമെന്ന് നമുക്ക് ടൈം അളക്കാൻ പറ്റും. മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫിസിക്സിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അളക്കാൻ കഴിയുമോ? നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അളക്കണമെങ്കിൽ ഇതുപോലൊരു സ്കെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകരണമോ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്നതല്ല. അതിന് മറ്റു മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്നുണ്ട്, അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമാണ്. ഇറ്റ് കനോട്ട് ബി സിംപ്ലിഫൈഡ് ഫർദർ. ദെൻ വാട്ട് ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? Derived quantity is a physical quantity which contains 2 or more fundamental quantities. അപ്പോൾ 2 അതിലധികമോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ലെങ്ത് അല്ലേ, മാസ്, ടൈം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ഇതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കൂ. വെലോസിറ്റി, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. S/T is equal to V. And acceleration is velocity by time. Acceleration is also a derived quantity. And then force. What is force? It is the product of mass and acceleration from Newton's second law of motion. F is equal to ma. What is the unit of mass? Kilogram is the unit of mass and meter per second square is the unit of acceleration. Then unit of force will be kilogram meter per second square. 1 kilogram meter per second square is called 1 Newton. Definition for fundamental unit. The units for the fundamental or base quantities are called fundamental or base units. Okay. The next, derived units. The units of all other physical quantities can be expressed as combinations of the base units. Such units obtained for the derived quantities are called derived units. Next is systems of unit. There are 4 systems of units. First one is CGS system. ഏതൊരു യൂണിറ്റ് നമ്മൾ അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ CGS, അതിൽ ആദ്യം വരുന്നത് സെൻറ്റിമീറ്റർ, രണ്ടാമത്തത് ഗ്രാം, മൂന്നാമത്തത് സെക്കൻഡ്. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം എന്നുള്ള 3 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഓർഡറിലാണ് സിസ്റ്റത്തിൻ്റെ എല്ലാം പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് CGS സിസ്റ്റം മനസ്സിലായി. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റാണ്. അതിൽ നിന്ന് പിന്നീട് വന്നതാണ് പിൽക്കാലത്ത്, എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിന് ശേഷം ഉപയോഗിച്ച ഒന്നാണ് FPS സിസ്റ്റം. അവിടെ ഫൂട്ട് എന്ന് പറയുന്നത്
ലെങ്തിൻ്റെ യൂണിറ്റും പൗണ്ട് മാസിൻ്റെ യൂണിറ്റും സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റുമായിട്ട് ഉപയോഗിച്ചതാണ് FPS സിസ്റ്റം. ദെൻ MKS സിസ്റ്റം, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റം. അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്തിൻ്റെ യൂണിറ്റാണ്, കിലോഗ്രാം മാസിൻ്റെ യൂണിറ്റാണ്, സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റായിട്ട് എടുത്തുകൊണ്ട് നിർമ്മിച്ച സിസ്റ്റം ഓഫ് യൂണിറ്റാണ് MKS സിസ്റ്റം. ഈ MKS സിസ്റ്റം വന്ന ശേഷം അതിൽ നിന്ന് പരിഷ്കരിച്ചുണ്ടാക്കിയ ഒന്നാണ് സിസ്റ്റം ഇൻ്റർനാഷണലി ഡി യൂണിറ്റ്സ്. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള 9 യൂണിറ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ 7 എണ്ണം ബേസ് യൂണിറ്റ്സ് എന്നും അവസാനത്തെ 2 എണ്ണം സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്നും അറിയപ്പെടും. ബേസ് യൂണിറ്റിൽ ഒന്നാമത്തേതാണ് ലെങ്ത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ m. രണ്ടാമത്തേത് മാസ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ ലെറ്റർ kg. ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്, സ്മോൾ ലെറ്റർ s. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപെയർ, ക്യാപിറ്റൽ A. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ, ക്യാപിറ്റൽ K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ലൈറ്റിൻ്റെ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രത എന്നാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കാൻഡല, C ആൻഡ് D, സ്മോൾ ലെറ്റേഴ്സ് CD. ഇതാണ് ബേസ് യൂണിറ്റ്സ്. ദെൻ സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണുള്ളത്. ആദ്യത്തേത് പ്ലെയിൻ ആംഗിളും രണ്ടാമത്തേത് സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ യൂണിറ്റ് റേഡിയൻ റെപ്രസെൻറ്റഡ് ആസ് RAD, RAD, small letters. And solid angle is represented by the unit steradian. It is represented by SR, small letter S and R. ഇത്രയാണ് SI സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സ്. എന്താണ് പ്ലെയിൻ ആംഗിൾ എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ നിങ്ങളെ കാണിക്കുന്നത്. അവിടെ കാണുന്നത് DS എന്ന് പറയുന്നൊരു ആർക്കാണ്. R എന്ന് പറഞ്ഞത് ആ ആർക്കിൻ്റെ റേഡിയസ്. ഒരു ആർക്ക് എന്ന് പറഞ്ഞ ഒരു സർക്കിളിൻ്റെ പാർട്ടാണെന്നറിയാം. ആ സർക്കിളിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഭാഗമാണ് DS. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് R. ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് O. ഈ R എന്ന് പറഞ്ഞ റേഡിയസ് DS എന്ന് പറഞ്ഞ ആർക്കിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് d θ. വി ഹാവ് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ദാറ്റ് മീൻസ് d θ ഇസ് ഈക്വൽ ടു DS ബൈ R. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റേഡിയനിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാഡ്, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അടുത്ത് സോളിഡ് ആംഗിളാണ്. സോളിഡ് ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്ഫിയറിൽ നിന്ന് സ്ഫിയറിൻ്റെ സെൻറ്ററാണ് O. ഈ സ്ഫിയറിൻ്റെ സർഫസിൽ DA എന്ന് പറഞ്ഞൊരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ പാർട്ടായിട്ട് വരുന്ന ആ ഏരിയ സോളിഡായിട്ട് വരുന്നൊരു ആംഗിളിനെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സെറ്റ് ചെയ്യും. ഈ ആംഗിളാണ് നമ്മൾ വരയ്ക്കുന്ന DO. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ എടുക്കുമ്പോൾ ഈ 4 വശങ്ങളും ചേർത്ത് തന്നെ വരുന്ന ഒന്നായിരിക്കും. DO എന്ന ആംഗിളാണ്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ ഈസ് ഓൾസോ ഏരിയ ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. കാരണം ഏരിയ ഇവിടുത്തെ മീറ്റർ ഇൻറ്റു മീറ്റർ ആണ്, മീറ്റർ സ്ക്വയർ. സോ DO ഇസ് ഈക്വൽ ടു area divided by DA divided by distance square. Okay, this is called solid angle. Next, measurement of length. ലെങ്ത് മെഷർ ചെയ്യുന്നതിന് 3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മീറ്റർ സ്കെയിൽ, വെർനിയർ കാലിപ്പേഴ്സ് ആൻഡ് സ്ക്രൂ ഗേജ്. ആദ്യമായി മീറ്റർ സ്കെയിൽ. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള മീറ്റർ സ്കെയിലാണ്. അത് 15 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിലായിട്ട് മീറ്റർ സ്കെയിലിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാവുന്ന ലെങ്ത് 1 മില്ലിമീറ്റർ മുതൽ 1 മീറ്റർ വരെയാണ്. സോ വി ക്യാൻ മെഷർ 1 millimeter to 1 meter. So the least count of a meter scale is 1 millimeter. Least count, that is LC of meter scale is 1 millimeter. ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലൊന്ന് പറഞ്ഞു നോക്കാം. This is 1 millimeter is equal to 1/10 centimeter. That is 0.1 centimeter. അല്ലേ? മീറ്റർ സ്കെയിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ മീറ്റർ സ്കെയിലിലെ 1നും 2നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്
1 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിലെ ഏറ്റവും ചെറിയ രണ്ട് വരകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് വിളിക്കുന്നത്. 1 മില്ലിമീറ്റർ. സോ 1 സെൻറ്റിമീറ്ററിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെത്രയാ? 1/10 സെൻറ്റിമീറ്റർ ആണ് 1 മില്ലിമീറ്റർ. ദാറ്റ് ഈസ് 0.1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. ദിസ് ഈസ് കോൾഡ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ. രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റ് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന ലെങ്ത് 10⁻⁻⁴ മീറ്റർ ആണ്. 10⁻⁻⁴ ഇസ് ഈക്വൽ ടു 10⁻³ ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മൾ എഴുതുന്നത്. ഈ 10 കൂടി ന്യൂമറേറ്ററിൽ എത്തിയാൽ 10⁻⁻1 ആകും. അങ്ങനെയാണ് അത് 10⁻⁻⁴ ആകുന്നത്. സോ 10⁻³ ഈസ് 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 10, ദാറ്റ്സ് ഈക്വൽ ടു 0.1 millimeter. So how will you express 1 millimeter in centimeter? 1 millimeter is 0.1 centimeter. Then 0.1 millimeter is equal to 0.01 centimeter. That is, the least count of vernier calipers is 0.01 centimeter or 0.1 millimeter. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, മീറ്റർ സ്കെയിലിനാണോ വെർനിയർ കാലിപ്പേഴ്സിനാണോ ചെറിയ അളവുകൾ അളക്കാൻ കഴിയുന്നത്? ഇവ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചാണ് ഏറ്റവും ചെറിയ ലെങ്ത് നമുക്ക് അളക്കാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്ക്രൂ ഗേജ്. എന്തിനാണ് സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുന്നത്? വെർനിയർ കാലിപ്പേഴ്സ് എന്തിന് യൂസ് ചെയ്യുന്നു? നമുക്കിത് രണ്ടും പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ളതാണ്. വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബീക്കറിൻ്റെയോ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെയോ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഡെപ്തും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് വെർനിയർ കാലിപ്പേഴ്സ്. എന്നാൽ സ്ക്രൂ ഗേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ചെറിയ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനും നമ്മുടെ ഹെയറിൻ്റെ അത്രയും കനമുള്ള നേർത്ത കമ്പികളുടെ മെറ്റാലിക് വയേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ഡയമീറ്റർ കണ്ടുപിടിക്കാനും ഒക്കെയാണ് സ്ക്രൂ ഗേജ് ഉപയോഗിക്കുന്നത്. ഈ സ്ക്രൂ ഗേജും വെർനിയറും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രാക്ടിക്കൽസിനുള്ളതാണ്. ആ സമയത്ത് നമുക്ക് കൂടുതൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. സ്ക്രൂ ഗേജിൽ അളക്കാൻ കഴിയുന്ന ലെങ്ത് 10⁻⁻5 മീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 10⁻³ ഡിവൈഡഡ് ബൈ 10⁻² അല്ലേ? ഈ 5നെ ഡിവൈഡ് ചെയ്തൊരു 10⁻²നെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 100, ദാറ്റ്സ് ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ. അതിനെ സെൻറ്റിമീറ്ററിലാക്കിയാലോ? ഒരു 10 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യാം, 0.001 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് എഴുതി നോക്കാം. മീറ്റർ സ്കെയിൽ നമ്മൾ എടുത്താൽ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ. ഒരു സെൻറ്റിമീറ്ററിൻ്റെ 10 വരെ നമുക്കൊരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാം. ഒരു സെൻറ്റിമീറ്ററിൻ്റെ 100 100th വരെ നമുക്ക് വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് അളക്കാം. ഒരു മില്ലിമീറ്ററിൻ്റെ 100th വരെ, അതായത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ 1/1000 വരെയുള്ള വാല്യൂ ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിവുള്ളതിൽ ഏറ്റവും ചെറിയ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് സ്ക്രൂ ഗേജ്. ഇതേപോലെ സ്ക്രൂ ഗേജിൻ്റെ അതേ ലീസ്റ്റ് കൗണ്ട് വരുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് സ്ഫീറോമീറ്റർ. നമ്മുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ഫീറോമീറ്റർ. പേര് പോലെ തന്നെ ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിൻ്റെയും ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്റർ ആണ്. ചില പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് സ്ഫീറോമീറ്റർ എന്ന് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വെച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ആ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് സ്മോൾ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൻ്റെ മെഷറിംഗ് മെത്തേഡ്സ്, ലീസ്റ്റ് കൗണ്ട് മുതലായവയാണ്. ഇനി നമുക്ക് പറയേണ്ടത് മെഷർമെൻറ്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസസ് ആണ്. ഹൗ വിൽ യു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ? ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അതിന് നമ്മൾ പറയുന്ന മെത്തേഡിൻ്റെ പേരാണ് പാരലാക്സ് മെത്തേഡ്. ലാർജ് ഡിസ്റ്റൻസ് സച്ച് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് or a star from the earth cannot be measured directly with a meter scale. In such cases we use parallax method. നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ചന്ദ്രനിലേക്കോ മറ്റ് നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരങ്ങളൊന്നും അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. മൂൺ ഇവിടെ നിൽക്കുകയാണ്, എർത്ത് ഇവിടെയാണെന്ന് വിചാരിക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൂണും എർത്തും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എർത്തിൻ്റെ ഡയമീറ്ററാണ് ബേസ് എന്ന് നമ്മൾ പറയുന്ന ബി. ഈ മൂണിൻ്റെ സെൻറ്ററിൽ നിന്ന് സെപ്റ്റ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഈ മൂണിൻ്റെ സെൻറ്റർ ഒ ആണെന്ന് വിചാരിക്കുക. ഒ ടു എ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഒ ടു ബിയും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ക്യാപിറ്റൽ ഡി. അപ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, മൂൺ ആസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, എ ബി എന്ന് പറയുന്ന ഒരു ആർക്കാണ്, ഈ സർക്കിളിനെ സംബന്ധിച്ച് ഒരു ആർക്കാണ്. അപ്പോൾ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. വാട്ട് ഈസ് ആർക്ക്? ദാറ്റ് ഈസ് എ ബി. വാട്ട് ഈസ് ദ റേഡിയസ്? ഇതിൻ്റെ റേഡിയസ് ആയിട്ട് നമുക്ക് ഡി എടുക്കാം. സോ എ ബി ഈസ് base by d is called angle. So we can calculate diameter of earth b is equal to d times theta. B is equal to d times theta. So we can also find distance between earth and moon, that is d is equal to b by theta. ഇങ്ങനെ നമുക്കിത് മെഷർ ചെയ്യാം. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ്. ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് ദൂരെയുള്ളൊരു പെന്നിനെ നമ്മൾ നോക്കുന്നു, എന്നിട്ട് അതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ അളക്കുന്നു, എന്നിട്ട് റൈറ്റ് ഐ നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഐയിലൂടെ ഇതിനെ നോക്കുന്നു. അപ്പോൾ അവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. മെഷർ ചെയ്ത ശേഷം ഡിസ്റ്റൻസ് അറിയാം, നമ്മുടെ കണ്ണുകൾ തമ്മിലുള്ള അകലവും അറിയാമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ലെൻസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ആർക്ക് ബൈ റേഡിയസ് ഇസ് ഈക്വൽ ടു ആംഗിൾ. ഇതാണ് പാരലാക്സ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ച പാർട്ടിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് 1, കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് 1 degree, 1 minute of arc or arc minute and 1 second of arc or arc second in radians. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും റേഡിയനിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണെന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. 2π റേഡിയൻ. അപ്പോൾ 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2π ബൈ 360 റേഡിയൻ. 2ഉം 360യും കൂടെ നമുക്ക് കട്ട് ചെയ്താൽ ഡിനോമിനേറ്ററിൽ 180 കിട്ടും. സോ 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. നമുക്ക് ഇങ്ങനെ എഴുതിയാലും ആൻസർ ആവും, പക്ഷേ നമുക്ക് ഇതിൻ്റെ വാല്യൂ ആയിട്ട് എഴുതണം. പൈ ബൈ 180, 3.14 ഡിവൈഡഡ് ബൈ 180, ദാറ്റ്സ് ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട്. ബി പാർട്ട്, സി 1 ഡിഗ്രി is equal to 60 minute is equal to 1.745 into 10⁻² radian. Then what will be 1 minute? 1 minute is equal to, ഇവിടുന്ന് 1 minute ആകുമ്പോൾ 1/60 അല്ലേ? 1 degree by 60, that is 1.745 into 10⁻² divided by 60. That's equal to 2.91 into 10⁻⁻4 റേഡിയൻ. ഇത് റേഡിയനിലാണ്. 1.745 into 10⁻⁻² radian divided by 60, that is 2.91 into 10⁻⁻4 radian. C part, say 1 minute is equal to 60 seconds. Okay, 1 minute is equal to 60 seconds. That means that's equal to 2.91 into 10⁻⁻4 radian. Therefore
1 second is equal to 1 minute by 60, that's equal to 2.91 into 10 raised to minus 4 radian by 60 is equal to 4.847 into 10 raised to minus 4 radian. So this is the answer. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ മെത്തേഡ് ഒന്ന് നമുക്ക് നോക്കാം. സി, നിങ്ങളിതിൻ്റെ നോട്ട്സ് ആക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കണം. സോ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ എന്നറിയാമെങ്കിൽ നമുക്ക് പിന്നെ അറിയാവുന്ന 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. ഇത്രയും മാത്രമേ അറിയാവുള്ളൂ. 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു 60 മിനിറ്റ് എന്നും 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് എന്നും മാത്രം മതി. ബാക്കി കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.